എടാ ബാല, ഈ താളെ ഒന്ന് കുളിക്കാൻ സമ്മതിക്കില്ലേ? ബാല ആരാ? മതി ബാല കുളിച്ചത്, ഇറങ്ങി വാ. ഇറങ്ങി വാടാ. എന്താ? അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ ചെയ്തിട്ടില്ലാന്ന് ഒന്നുമില്ല ബാല. സ്റ്റേഷൻ വരെ ഒന്ന് പോയി വലിച്ചു കരട വണ്ടി. അയ്യോ എന്റെ മോനെ കൊണ്ടുപോയിട്ട് എന്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല. ബാലചന്ദ്രന്റെ ഫിംഗർ പ്രിന്റ് അല്ല തൊണ്ടി മുതലായ കമ്പിയിൽ കണ്ടത്, മറ്റാരുടേതോ ആണ്. സ്ഥിരം ക്രിമിനൽസിൻ്റെതായ മാച്ചും അല്ല. അത് ശരി, പക്ഷേ ഈ ഒരു തെളിവൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ നായന്റെ മറ്റേ ശവപ്പെട്ടിയിൽ ആണി അടിക്കായിരുന്നു. സോറി സാർ, ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ല, എസ് പിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കേസായിരുന്നു. പിന്നെ ചില പൊളിറ്റിക്കൽ. സോറി സാർ, ഇറങ്ങുമല്ലേ? ശരി. അയാൾ അടുക്കുന്നില്ല അല്ലേ? ഇല്ല സാർ, അയാൾ വളരെ ഹാർഷായിട്ടാണ് സംസാരിച്ചത്. ഹലോ സാർ. ഓക്കെ, കാര്യങ്ങളൊക്കെ പോസിറ്റീവായി നീങ്ങുന്നുണ്ട് സാർ. പക്ഷേ ഫിംഗർ പ്രിന്റ് ബ്യൂറോ റിപ്പോർട്ടിൽ ഒരു പ്രശ്നമുണ്ട്. ബാലന്റെ ഫിംഗർ പ്രിന്റ് അല്ല കമ്പിയിൽ. ഞങ്ങൾ അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. സാറ് ധൈര്യമായിരിക്കും. നിനക്ക് വല്ല കയ്യബദ്ധം പറ്റിയാണ് ഞങ്ങൾ സമ്മതിക്കേ. വെറുതെ എന്തിനാ അവരുടെ ഇടികൊള്ളുന്നേ? ഞാൻ നല്ല സാറാ ചെയ്തേ. സത്യം പറയടാ. കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നീ പറയും, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. സാറേ മതി മതി, ഇനി ഇടിച്ച അവൻ ചത്തുപോകും സാറേ. മാറി നിൽക്കണം അങ്ങോട്ട്. എന്നെ ഒന്നും ചെയ്യല്ല സാറേ. എന്താണ് ഇവിടെ ഒരു ആൾക്കൂട്ടം? സാർ, ഇത് ബാലന്റെ ബന്ധുക്കളാണ്. സാറേ, ഞാൻ അവൻ്റെ അമ്മാവനാ ജാമ്യത്തിലെടുക്കാൻ വന്നതാ. FIR ഇട്ടില്ല, അതിനുമുമ്പ് അവന്റെ ജാമ്യം. അല്ല സാറേ, അവന് കഞ്ഞിയോ കാപ്പിയോ വല്ലതും കൊടുക്കണമെങ്കിൽ. ഡോ, അവന് വല്ലതും കൊടുത്തായിരുന്നോ? കൊടുത്തു സാർ. എടോ, അതിനൊക്കെ ഇവിടെ പോലീസുകാരുണ്ട്, അവര് ചെയ്തോളും. ഇക്കാര്യം പറഞ്ഞ് ഒറ്റ ഒരുത്തൻ ഇങ്ങോട്ട് വന്നേക്കരുത്. കോടതിയിൽ ഹാജരാക്കും. താനേ അപ്പ കണ്ടാ മതി. സാറേ. എന്താടോ? സാറേ, വരട്ടിയപ്പോ ഞാനൊന്ന് മുള്ളിപ്പോയി. അതിന് വല്ല കേസും ഉണ്ടോ സാർ? ഒന്ന് പോടെ വിടുന്നു. എടാ ബാല, നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാം. അതല്ല അഭ്യാസം ഇറക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ നീ അനുഭവിക്കും. സാറേ, ഞാൻ പറഞ്ഞില്ലേ സാറേ, ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. മസിൽ പിടിക്കുന്നോടാ. മതി സാറേ മതി. ബാക്കി SP സാർ വന്നിട്ട് ചോദിച്ചോളൂ. ഇറങ്ങി പോടാ അവിടുന്ന്. നീ പോലീസുകാരെ കയ്യൊക്കെ പിടിക്കടാ. സാറേ, SP സാർ വന്നിട്ടുണ്ട്, അവനെ അങ്ങ് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ശരി ശരി, SP സാർ ഇയാളെ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. കൊണ്ടുപോടാ. നടക്കണം അങ്ങോട്ട്. പറയടാ. സാർ, എന്തിനാ സാർ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ല അല്ലേടാ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലടാ. നിഷയെ കൊന്നത് എന്തിനാണെന്ന്. ഞാനല്ല സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. ബാല, ബാല, എടാ ബാല, ഇതാ നോക്ക്. സാറേ, ഈ കൊള്ളരാത്തവൻ തന്നെയാണ് ആ പെങ്കൊച്ചിനെ കൊന്നത്. ഞാൻ കണ്ടതാണ് സാറേ. ഇവൻ അന്ന് എന്റെ വണ്ടിയിൽ കമ്പിപ്പാരായിട്ട് കയറണേ കണ്ടാണ് സാറേ. ആ ഇപ്പൊ എന്ത് തോന്നുന്നു? ഇവനാ വണ്ടി കയറിയപ്പില്ലേ അവളെ കൊല്ലൂന്ന് പറയണ്ടായി സാറേ. ഇതുകൂടെ ആവുമ്പോ ബാലൻ ഒന്നും മിണ്ടില്ല. മറ്റവനെ വിളിക്ക്. അവ ரொம்ப പാവം സാർ, വിട്ടിടുങ്കോ സാർ. പാവമാണോ അല്ലെന്നൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മാറിക്കിടേ കൊണ്ട്. സാർ വണക്കം സാർ. ഇപ്പൊ എന്ത് പറയുന്നു? കഴിഞ്ഞില്ല. അവരെ വിളിക്കും. മോള് വീട്ടിൽ വന്ന് പറഞ്ഞത് നിഷയുടെ അടുത്ത് ബാലൻ ഗംഭീരമായി നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു.
മോൾ എന്താ കണ്ടെന്നാ സാറിനോടൊന്ന് പറഞ്ഞു. ഈ നിൽക്കുന്ന മാമൻ കയ്യിൽ കമ്പിയുമായി പിടിച്ചു നിന്നിട്ട് നിശ്ചയിച്ചുമായി വഴക്ക് പിടിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട് ബാല? സർ, എനിക്കൊന്നും അറിയില്ല സർ. ഞാനല്ല സർ അത് ചെയ്തത്. ബാല, എനിക്കറിയാം നീ അല്ല, അത് നിനക്കും അറിയാം. പക്ഷേ നീയാണത് ചെയ്തത്. അങ്ങനെ പറ്റൂ. മറ്റുള്ളവർ അങ്ങനെയേ അറിയൂ. അവനെ ഇറക്കടോ. ഇറങ്ങി വേണം അങ്ങോട്ട് ഇറങ്ങടാ. ബലം പിടിക്കാതെ നടക്കടാ അങ്ങോട്ട്. സാർ സാർ, എന്താടോ? SHO വഴി ലീവിന് അപേക്ഷ കൊടുത്തിരുന്നു. എടോ, തന്റെ മോളുടെ പേരല്ലേ സാർ? അതവിടെ ഡോക്ടർ നേഴ്സ് എടുത്തോളൂ. താനല്ലല്ലോ പേരെടുക്കുന്നേ. ചെന്നവന്റെ കഞ്ഞിവെള്ള പാത്തി നോക്കി 4 ചളുക് കൊടുക്കടോ. എനിക്ക് വയ്യ സാറേ. മനുഷ്യൻ്റെ ചങ്കും നാവിയും ഇടിച്ചു കലക്കാൻ ഒരു പോലീസ് മാനിഫെസ്റ്റോയിലും പറയുന്നില്ല. മാത്രമല്ല, പെൻഷൻ കഴിഞ്ഞാലും എനിക്ക് ജീവിക്കണം. പാവങ്ങളുടെ പ്രാക്ക് വാങ്ങി എനിക്ക് ജീവിക്കണ്ട. ചുമ്മാതല്ലടോ തന്നെ സാധു പോലീസ് എന്ന് വിളിക്കുന്നേ. ഓരോരുത്തന്മാർ പോലീസ് വേഷം കൊണ്ട് ഇറങ്ങിക്കോളും. ബാക്കിയുള്ളവരും എന്താടോ ഒരു ബഹളം? ആരാ? എന്തിനാണ് ചവിട്ടിയെ? സാർ സാർ സാർ, ഇപ്പൊ കൊണ്ടുവന്ന റഹീം സെല്ലിലുള്ള ആളെ മർദ്ദിക്കുന്നു. പിടിച്ചു മാറ്റട്ടെ സാർ? ആ റഹീം ക്രൂരനാണ് സാർ. എടോ സാധു, എടോ സാധു സാധു. എടോ, താനിന്ന് രാവിലെ മുതൽ ലീവാ. താൻ എന്നെ ക്വാർട്ടേഴ്സിലാക്കിയിട്ട് പൊയ്ക്കോ. സാർ ഓക്കെ സാർ. Ha